Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. 2025 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കാലടി പഞ്ചായത്തിൽ UDFന്റെ ഭരണം നിലനിർത്തുന്നതിനും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിനും വേണ്ടി കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ഒരുമിപ്പിച്ച് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ നടത്തുന്ന സാഹസ് കേരള യാത്ര ഒരു ഐതിഹാസിക യാത്രയായി മാറിയിരിക്കുന്നുവെന്ന് റോജി എം ജോൺ MLA. ഈ സർക്കാരിന്റെ കഴിഞ്ഞ 8-9 വർഷത്തെ ഈ ദുർഭരണത്തിന്റെ ഏറ്റവും വലിയ ദുരിതം, അതിന്റെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് നമ്മുടെ നാട്ടിലെ സ്ത്രീ സമൂഹം തന്നെയാണ്. വിലക്കയറ്റത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു. എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരനെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പൊ നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കാൻ നിങ്ങൾ എല്ലാവരും കടയിൽ പോകുന്നവർ, അല്ലെങ്കിൽ ഒരു മാസത്തെ ഒരു കുടുംബ ബഡ്ജറ്റ് കൃത്യമായി കണക്ക് കൂട്ടി ഒരു അത്യാവശ്യം അതൊന്ന് നിരീക്ഷിക്കുന്ന ആളുകളൊക്കെയാണ് നിങ്ങളെല്ലാവരും. ഓരോ മാസവും നമ്മൾ ചെലവ് ചെയ്യേണ്ടി വരുന്ന തുക അത് നാളുകൾ കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ സാധാരണക്കാരന് ജീവിക്കാനായിട്ട് ഇത്രയേറെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടം മുൻപെങ്ങും ഉണ്ടായിട്ടില്ല. വിലക്കയറ്റം അത്ര രൂക്ഷമാണ്. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. ഒരു തവണയല്ല, നിരവധി തവണ വർദ്ധിപ്പിച്ചു. ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ 3 തവണ വർദ്ധിപ്പിച്ചു. ഇപ്പൊ KSEB പറയുന്നത് വീണ്ടും വർദ്ധിപ്പിക്കണമെന്നാണ് പറയുന്നത്. വെള്ളക്കരം വർദ്ധിപ്പിച്ചു, വീട്ടുകരം വർദ്ധിപ്പിച്ചു, കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു, പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചു. അങ്ങനെ ജനങ്ങൾ കൊടുക്കേണ്ടി വരുന്ന എല്ലാത്തിൻ്റെയും ഫീസ് വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അങ്ങനെ ഫീസൊക്കെ വർദ്ധിപ്പിച്ചുവെങ്കിലും ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ താറുമാറായി. ക്ഷേമ പെൻഷൻ പോലും ഇപ്പൊ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്, 4ാം വാർഷികത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം, പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യവും നടപ്പിലാക്കിയതാണ്. പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യവും നടപ്പിലാക്കിയെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മറവി രോഗം ബാധിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. കാരണം 2500 രൂപ പെൻഷനാക്കുമെന്ന് ഇതേ പ്രകടന പത്രികയിലാണ് പറഞ്ഞത്, അല്ലേ? എല്ലാവരും അതൊക്കെ കേട്ട് പല ആളുകളും വോട്ട് ചെയ്തു. പെൻഷൻ 2500 ആക്കിയില്ല എന്ന് മാത്രമല്ല, 1600 കുടിശ്ശികയാണ്. ആശാ വർക്കർമാർക്കും അംഗനവാടി പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഹരിതകർമ്മസേനക്കാർ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്കീം വർക്കേഴ്സിനും മിനിമം വേതനം 700 രൂപയാക്കുമെന്ന് ഇതേ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. ഇവിടെ വരുന്ന ബംഗാളികൾ 1000-1500 രൂപയ്ക്കാണ് പണിയെടുക്കുന്ന ഒരു ദിവസം. അപ്പോൾ പറഞ്ഞ ഒരു കാര്യങ്ങളും നടപ്പിലാക്കാതെ ജനങ്ങളെ വഞ്ചിച്ച് സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പൂർണ്ണമായും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റാണ് 100 കോടി രൂപ ചെലവിൽ 4ാം വാർഷികം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പണം അടിക്കാൻ വേണ്ടി 15 കോടി രൂപ. ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമില്ല, ആശാവർക്കർമാർക്ക് കൊടുക്കാൻ പണമില്ല, അംഗനവാടിക്കാർക്ക് കൊടുക്കാൻ പണമില്ല, ആശുപത്രികളിൽ മരുന്ന് കൊടുക്കാനില്ല, സപ്ലൈകോയിൽ ചെന്നാൽ നമുക്ക് സബ്സിഡി സാധനങ്ങൾ കിട്ടില്ല. ഇവിടെ സ്ത്രീകളാണ് ഇരിക്കുന്നത്. ഈ വിലക്കയറ്റം അനിയന്ത്രിതമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും ആശ്രയം സപ്ലൈകോയിൽ പോയി എന്തെങ്കിലും സബ്സിഡി സാധനം മേടിക്കാനാണ്. അവിടെ ചെന്നാൽ അതും കിട്ടില്ല. കാരണം 1500 കോടി രൂപ അവിടെ കുടിച്ചു കൊടുക്കാനുണ്ട്. അങ്ങനെ സാധാരണക്കാരെ ബാധിക്കുന്ന, സ്ത്രീകളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും നിഷേധാത്മകമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ്. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.